ഹലോ ചേട്ടാ, ചേട്ടാ, ചേട്ടാ ഒന്ന് ഇങ്ങോട്ട് എന്താ വന്നേ മോനെ? ചേട്ടാ. എന്താ എന്താ മോനെ? ചേട്ടാ നമ്മുടെ ഈ രാധാകൃഷ്ണൻ ചേട്ടന്റെ മോൻ. വാഴക്കുഴിയിലെ അതെ 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 അതെ. രാധാകൃഷ്ണന്റെ മോന്റെ കാര്യമാണോ അതെ പറഞ്ഞത്? അതെ അതെ അതെ, ജ്യോതിഷ്. അപ്പം അവനെ പറ്റി അറിയാം അവനൊരു അറിയാം. ആ ഞങ്ങളുടെ അടുത്തുനിന്ന് അവനൊരു മോനെ ആലോചന വന്നേ. അപ്പാപ്പനാണ്. ആണോ? അതെ. അയ്യോ ചേട്ടാ, ഒത്തിരി സന്തോഷം. അപ്പൊ എന്റെ ഒരു കസിൻ ചേച്ചിയുടെ മോളുമായിട്ട് ഒരു ആലോചന വന്നേ. കല്യാണക്കാരി അല്ലേ? ആ, അപ്പൊ കല്യാണം ഒന്ന് ആ, ആലോചിക്കാനായിട്ടായിരുന്നേ. ഇപ്പം നിങ്ങൾ എന്നോട് അത് ചോദിച്ചത് നന്നായി. വേറെ ആരോടും ചോദിക്കാതെ നിങ്ങൾ എന്നെ കണ്ടത് നന്നായി. ഇപ്പം എന്റെ അതിന് ചേട്ടാ വല്ല പ്രശ്നമുണ്ടോ? എന്റെ അപ്പാപ്പനാണ് വകയില്. എന്നാലും അത് മനസ്സിലായി ചേട്ടാ. ഞാൻ പറയണമല്ലോ. നമുക്ക് ആ, മനുഷ്യരാണ് വലുത് അല്ലേ? ചേട്ടൻ അത് പറയണോ? എന്തെങ്കിലും എന്റെ പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുള്ള അറിയണം. പെൺകുഞ്ഞുങ്ങള് അപ്പൊ മനുഷ്യരാണ് വലുത്. അത് വേറൊന്നുമല്ല. നിങ്ങള് ആ വേറൊരു ആളെ ആ കണ്ടുപിടിക്കുന്നതാ നല്ലത് ആ അല്ലേ? അതെന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞു? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചേട്ടൻ പറ, ഞങ്ങളോട് പറ. ആര് പറഞ്ഞു എന്ത് പറഞ്ഞു എന്നൊന്നും നിങ്ങൾ പറയാൻ നിൽക്കണ്ട. ഇല്ല, ഞങ്ങൾ ഞാൻ ആരോട് പറയും? പറഞ്ഞു ഞങ്ങൾ അങ്ങനല്ലല്ലോ ചേട്ടാ. അറിയാവുന്ന കാര്യമാണ്. ആ പറ ചേട്ടാ. അവന് പിള്ളേരുണ്ടാകുകയില്ല. ഏ? സത്യമാണോ ചേട്ടാ? ട്രീറ്റ്മെന്റ് ഒന്നും നടത്തിയിട്ടൊന്നും ഒരു ട്രീറ്റ്മെന്റ് കാര്യമില്ല. ഇല്ലേ? ഉണ്ടാകുകയില്ല. ട്രീറ്റ്മെന്റ് നടത്തിയിട്ടും കാര്യമില്ല. ഒന്ന് ഒന്ന് ഓ, എന്റെ ചേട്ടാ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ചേട്ടാ അതിനകത്ത്? നിങ്ങൾ വേറൊരിടത്ത് പോയി നിങ്ങൾ നാട്ടിൽ തിരക്കിക്കോ. നിങ്ങൾ എന്നോട് തിരക്കിയത് ഞാൻ സത്യം പറയും. കാരണം എന്റെ കുടുംബത്തിലെ കൊച്ചാ. ചേട്ടനെ പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അവന് ചേട്ടനെ കണ്ടപ്പോ എനിക്കത് തോന്നി, അതുകൊണ്ടാ ഇല്ല, പറഞ്ഞേ. നമ്മള് പെൺകുഞ്ഞുങ്ങളാ. നമ്മള് അങ്ങനെ ജീവിതം കളയരുതല്ലോ. അതെ ചേട്ടാ, അതുകൊണ്ട് അതെ. ഓ ഓ ശരി. ഓക്കെ. ഓ ചേട്ടാ കണ്ടത് ഒത്തിരി സന്തോഷം ചേട്ടാ. ഓ ആയിക്കോട്ടെ. ഒത്തിരി സന്തോഷം ചേട്ടാ. ഓ, ശരി. ഇത്രയും നല്ലൊരു കാര്യം. ഓ ഓ വരുന്നേ. ചേച്ചി, ചേച്ചി, ആ ആ ആ ചേച്ചി, കേറി കേറി. ഞങ്ങളെ ഒരു കാര്യം ആരാണെന്ന് തിരക്കാനായിട്ട്. മനസ്സിലായില്ലായിരുന്നേ. വേണ്ട ചേച്ചി. ഞങ്ങളെ ഈ വാഴക്കുഴിയിലെ വാഴക്കുഴിയിലെ രാധാകൃഷ്ണൻ ചേട്ടന്റെ രാ- ഉം, ആ, അതെ അതെ, രാധാകൃഷ്ണൻ ചേട്ടന്റെ മോന്. ആ, അവന്റെ കാര്യം വന്നിട്ട് ഞങ്ങളുടെ കൂട്ടരുമായിട്ടൊരു നമുക്കറിയാം ആലോചന അറിയാം. അവനുണ്ട്. അപ്പൊ അവന് ആ അവന്റെ പേര് എനിക്ക് ജ്യോതിഷ്. ജ്യോതിഷ് അല്ലേ? ഇവിടെ ജ്യോതിഷ്. വെടിക്കെട്ട് മുള്ളി എന്നാ വിളിക്കുന്നത്. കാരണം ഇവിടെ അമ്പലത്തില് നമ്മുടെ നമ്മുടെ അയ്യോ, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തില് നമ്മള് വെടിക്കെട്ട് വന്നപ്പോ കണ്ടേ. പേടിച്ച് മൂത്രം ഒഴിച്ചു പോയി. വെടിക്കെട്ട് മുള്ളി എന്നാ ഇവിടെ എല്ലാരും ചോദിച്ചാൽ അച്ഛോ, അങ്ങനെ പറയുള്ളൂ. ആണോ? അത് ആ, ഇങ്ങോട്ട് അവൻ എങ്ങനെയുണ്ട് ചേച്ചി? വരുന്നാരെങ്കിലും അവനെ പറ്റി കണ്ടായിരുന്നോ? ഒന്ന് അറിയാൻ. ഇങ്ങോട്ട് വരുന്നേ ഇല്ല. ഇല്ല ഇല്ല, ആരും കണ്ടില്ല ചേച്ചി. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന ആരും കണ്ടില്ല. വേറൊന്നും കൊണ്ടല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഒന്നും കൊണ്ടല്ല. അവന് ആ ഇവിടെ അല്ലായിരുന്നു അവൻ കുറെ നാളെ. ആ